ഓം ശ്രീ മഹാദേവി നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്ന് 156 തൊട്ട് 160 വരെയുള്ള വരികളാണ് പറയുന്നത്. വരികൾ: പ്രാണേശ്വരി പ്രാണദാത്രി പഞ്ചാശൽപീഠരൂപിണി വിശ്വങ്കല വിവിക്തസ്ഥാ വീരമാധാവിയൽ പ്രസൂ മുകുന്ദ മുക്തിനിലയാ മൂലവിഗ്രഹരൂപിണി ഭാവജ്ഞാ ഭവരോഗജ്ഞി ഭവചക്രപ്രവർത്തിനി ഛന്ദസാര ശാസ്ത്രസാര മന്ത്രസാര തലോദരി ഉദാരകീർത്തിരുദ്ധാമ വൈഭവ വർണ്ണരൂപിണി ജന്മമൃത്യുജരാതപ്തജനവിശ്രാന്തിദായിനി സർവോപനിഷദുൽകുഷ്ട ശാന്ത്യാതീതകലാത്മിക ഗംഭീര ഗഗനാന്തസ്ഥ ഗർവിതാഗാനലോലുപ കൽപ്പനാരഹിത കാഷ്ട കാന്ത കാന്താർത്ഥ വിഗ്രഹ. പദാനുപദം: പ്രാണേശ്വരി പ്രാണദാത്രി പഞ്ചാഷട്പീഠ രൂപിണി വിശ്വങ്കല വിവിക്തസ്ഥ വീരമാതാ വിയത് പ്രസൂ മുകുന്ദ മുക്തിനിലയ മൂലവിഗ്രഹ രൂപിണി ഭാവജ്ഞ ഭവരോഗജ്ഞി ഭവചക്ര പ്രവർത്തിനി ഛന്ദസാര ശാസ്ത്രസാര മന്ത്രസാര തലോദരി ഉദാരകീർത്തിർ ഉദ്ദാമ വൈഭവ വർണ്ണരൂപിണി ജന്മമൃത്യു ജര തപ്ത ജന വിശ്രാന്തിദായിനി സർവോപനിഷത് ഉത്കൃഷ്ട ശാന്തി അതീത കലാത്മിക ഗംഭീര ഗഗനാന്തസ്ഥ ഗർവിത ഗാനലോലുപ കൽപ്പനാരഹിത കാഷ്ട കാന്ത കാന്താർത്ഥ വിഗ്രഹ. അർത്ഥം: പ്രാണേശ്വരി ദേഹസ്ഥമായ പ്രാണനുകൾക്ക് അതീശ ശക്തിയായ യോഗമായ ശക്തി. പ്രാണദാത്രി പഞ്ചീകരണത്തിലൂടെ സ്പഷ്ടമായ കോശങ്ങൾക്ക് പ്രണവോപവേശം ചെയ്യുന്നവൾ. പഞ്ചാശത്പീഠ രൂപിണി സതീദേവിയുടെ ശരീരം വീണ 50-ലധികം സ്ഥലങ്ങളിൽ സിദ്ധപീഠ രൂപിണിയായി വർത്തിക്കുന്നവൾ. വീരശൃംഖല ജനനമരണ ചങ്ങലക്കെട്ടില്ലാത്തവൾ. വിവിക്തസ്ഥ മഹാശൂന്യമായ ഏകാന്തതയിൽ സ്ഥിതി ചെയ്യുന്നവൾ. വീരമാത മഹാവീരന്മാരുടെ അമ്മ. വിയത് പ്രസൂ ആകാശാദികളെ പ്രസവിച്ചവൾ. മുകുന്ദ മുഹൂരത്വം അഥവാ പുനരാവിർഭാവം തടയുന്നവൾ. മുക്തിനിലയ സംസാരബന്ധമോചനത്തിൻ്റെ ലക്ഷ്യകേന്ദ്രം. മൂലവിഗ്രഹരൂപിണി ഏത് ആകൃതിയുടെയും അടിസ്ഥാന രൂപം ത്രികോണമാണ്. ത്രികോണം ദേവിയാണ്. ഇതിനെ മൂലത്രികോണം അഥവാ മൂലവിഗ്രഹം എന്ന് പറയുന്നു. ഭാവജ്ഞ വാക്കാൽ പറഞ്ഞില്ലെങ്കിൽ ഒരു നോക്കാൽ പോലും ഭക്തഹിതം അറിയുന്നവൾ. ഭവരോഗജ്ഞി സംസാര ജീവിതമെന്ന രോഗത്തെ ഇല്ലായ്മ ചെയ്യുന്നവൾ. ഭവചക്രപ്രവർത്തിനി പ്രപഞ്ച വ്യവഹാരങ്ങളെ തുടർന്ന് നടത്തുന്നവൾ. ഛന്ദസാര എല്ലാ മന്ത്രങ്ങളുടെയും ഉച്ചാരണ നിയമമാണ് ഛന്ദസ്. ഈ നിയതരൂപം ദേവിയാണ്. ഛന്ദസ് എന്നാൽ വേദമന്ത്രമെന്നും അർത്ഥമുണ്ട്. സർവവേദസാരം ദേവി തന്നെ. ശാസ്ത്രസാര എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരാംശമായവൾ. മന്ത്രസാര എല്ലാ മന്ത്രങ്ങളുടെയും നിഗൂഢാർത്ഥമായവൾ. തലോദരി ആലില പോലെ പരന്ന വയറുള്ളവൾ. ഉദാരകീർത്തി മഹത്തായ കീർത്തിയുള്ളവൾ. ഉദ്ദാമ വൈഭവ ബന്ധിക്കാൻ കഴിയാത്ത തടയാൻ കഴിയാത്തത്ര വൈഭവങ്ങൾ ഉള്ളവൾ. ബന്ധനത്തെ അതിജീവിക്കാൻ കഴിവുള്ളവൾ. വർണ്ണരൂപിണി നിറങ്ങളുടെ രൂപമാർന്നവൾ. ജന്മമൃത്യു ജരാതപ്ത ജനവിശ്രാന്തിദായിനി ജന്മം മൃതി വാർദ്ധക്യം ഇവയാൽ വലയുന്നവർക്ക് മുക്തിരൂപമായ വിശ്രമം കൊടുക്കുന്നവൾ. സർവോപനിഷദുഷ്കുഷ്ട എല്ലാ ഉപനിഷത്തുകളിലും ഘോഷിക്കപ്പെടുന്നവൾ. ശാന്ത്യാതീത കലാത്മിക ശാന്തിക്കും അതീതമാണ് ആനന്ദമെന്ന വസ്തു. ആ ആനന്ദകലയെ അണിഞ്ഞവൾ. ഗംഭീര നിർണയത്തിനും കണക്കുകൂട്ടലിനും അപ്പുറമുള്ളവൾ. ഗഗനാന്തസ്ഥ ആകാശത്തിൻ്റെ തേജസ്സായ ദിവ്യ ശബ്ദമാർന്നവൾ. ഗർവിത അഹന്ത ഇഹന്ത പരാഹന്ത എന്ന 3 അഭിമാനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ജീവൻ ഈശ്വരൻ പരാശക്തി ഇവരിലുണ്ട്. പരാഹന്തയാണ് ദേവിയുടെ ഗർവ്. ഗാനലോലുപ സംഗീതത്തിനെയും സങ്കീർത്തനത്തെയും ഇഷ്ടപ്പെടുന്നവൾ. കൽപ്പനാരഹിത ഇന്നതെന്ന് സങ്കല്പിക്കാൻ കഴിയാത്തവൾ. കാഷ്ട
അചിന്തനീയ സമയസ്വരൂപമായവൾ കാന്ത ബ്രഹ്മപത്നി. കാന്താർത്ഥ വിഗ്രഹ അർദ്ധനാരീശ്വരത്തിൽ ശിവന്റെ പകുതി ദേഹത്തിൽ ദേവിയാണ്. അതുകൊണ്ട് ഭർത്താവിൻ്റെ പകുതി ദേഹമായവൾ. ഹരി ഓം.